ബൗണ്ടറി ലെയർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എ ബൗണ്ടറി ലെയർ ഡെവലപ്സ് ഡ്യൂ ടു എ 2-dimensional സ്റ്റഡി ഫ്ലോ ഓവർ എ ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് പ്ലേറ്റ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിൽ ഒരു ബൗണ്ടറി ലെയർ ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇനീഷ്യലി വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലേറ്റിന് മുകളിലൂടെ ഒരു ബൗണ്ടറി ലെയർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ബേസിക് തിയറി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് കൺസിഡർ എ വെർട്ടിക്കൽ ലൈൻ എലോങ് ദ ലീഡിങ് എഡ്ജ് വിച്ച് എക്സ്റ്റെൻസ് ഫ്രം ദ വാൾ ടു ദ എഡ്ജ് ഓഫ് ദ ബൗണ്ടറി ലെയർ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം റെപ്രസെൻറ്റേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഫ്ലാറ്റ് പ്ലേറ്റ് എടുക്കുന്നു, ഒരു ബൗണ്ടറി ലെയർ വരയ്ക്കുന്നു. ബൗണ്ടറി ലെയർ ശരിക്കും ഇങ്ങനെയല്ല, ഇതിനൊരു ലാമിനർ റീജിയൻ, ട്രാൻസിഷൻ റീജിയൻ, ടെർബുലൻ റീജിയൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിനെ എക്സാമ്പിളിന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായൊരു ബൗണ്ടറി ലെയർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ആ എഡ്ജിൽ നിന്ന് കുറച്ച് മാറി ഈ വാളിൻ്റെ അറ്റം തൊട്ട് നമ്മുടെ ബൗണ്ടറി ലെയർ വരെ ഒരു ലൈൻ വരയ്ക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വിച്ച് ഓഫ് ദ ക്വാണ്ടിറ്റി ബാർ ക്വാണ്ടിറ്റീസ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ് അലോങ് ദ വെർട്ടിക്കൽ ലൈൻ. യു ആൻഡ് വി റെപ്രസെൻറ്റ് ദ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി ഇൻ ഡയറക്ഷൻ അലോങ് ദ പ്ലേറ്റ് ആൻഡ് നോർമൽ ടു ഇറ്റ്. അതായത് യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ വെലോസിറ്റി കമ്പോണൻ്റ് ആണ്, വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻ്റ് ആണ്. ഇത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എക്സ് ഇസ് ടേക്കൺ അലോങ് ദ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ്. പി എന്ന് പറയുന്നത് പ്രഷർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നെഗ്ലക്റ്റ് ബോഡി ഫോഴ്സസ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സ് ഡയറക്ഷൻ ഇതാണ്. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി നമുക്കറിയാം സ്മോൾ യു ആണ്. ഇത് വൈ ഡയറക്ഷനാണ്. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻ്റ് എന്നാണ് വി ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളിൽ ഏതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഏതെല്ലാം കോൺസ്റ്റൻ്റ് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ നോട്ട് കോൺസ്റ്റൻസ്. അപ്പോൾ ആദ്യമേ ഈ ലൈനിലൂടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈ ലൈനിലൂടെ കോൺസ്റ്റൻ്റ് ആണോ? കോൺസ്റ്റൻ്റ് ആണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നേരത്തെ ബൗണ്ടറി ലെയറിനെ പറ്റിയുള്ള ഡെഫിനിഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. എന്താണ് ബൗണ്ടറി ലെയർ ഉണ്ടാവാനുള്ള കാരണം തന്നെ എന്താണ്? ഇവിടെ ഓരോ പോയിൻ്റ് മുകളിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലോ പോകുന്നത്. ഇനീഷ്യൽ ലെയറിന് വെലോസിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ താഴെയുള്ള ലെയറുകൾക്ക് വെലോസിറ്റി കുറവായിരിക്കും. അപ്പം ഞാൻ ഈ ലൈനിലൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? യു എന്ന് പറയുന്ന വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്, ഉറപ്പായിട്ടും മാറിക്കൊണ്ടിരിക്കും 100%. ഇനി ഡോ യു ബൈ ഡോ എക്സ് കോൺസ്റ്റൻ്റ് ആണോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുക, നമ്മളൊരു ലൈൻ വരച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ എക്സ് ആക്സിസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ലൈനിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ എക്സ് മാറുന്നില്ല. പക്ഷെ നമുക്കറിയാം മുകളിലേക്ക് പോകുന്നവർ യു മാറുന്നുണ്ട്. കാരണം എന്താണ്? ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ തന്നെ ബൗണ്ടറി ലെയറിൻ്റെ അകത്ത് യു വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, യു വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഡോ യു ബൈ ഡോ എക്സ് എന്തായിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും കോൺസ്റ്റൻ്റ് അല്ല. ഇനി അടുത്ത ചോദ്യം, വി വേരിയിങ് ആണ്. വി എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. അതായത് മോളിലേക്കുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് വി. ഇപ്പോൾ യു വേരി ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തും വേരി ചെയ്യുന്നുണ്ടാവും, വിയും വേരി ചെയ്യുന്നുണ്ടാവും. വി വേരി ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ വിയും എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം, പി എന്ന് പറയുന്നത് പ്രഷറാണ്. ഇത് നിങ്ങൾ ഫ്ലാറ്റ് പ്ലേറ്റിൽ വളരെ ഓർത്ത് വയ്ക്കേണ്ട ഒരു സാധനമാണ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലൂടെയുള്ള ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബൗണ്ടറി ലെയറിൻ്റെ അകത്തുള്ള പ്രഷർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ മുകളിലൂടെയുള്ള ബൗണ്ടറി ലെയറിനകത്തെ പ്രഷർ വേരിയേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, വ്യത്യാസമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നമ്മൾ പൊട്ടൻഷ്യൽ ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് പലതരം ഫ്ലോകൾ പഠിക്കും. അതായത് ബെർണോളിസ് തിയറൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഫ്ലോ, അത് വളരെ അസംഷൻസ് ഉള്ള ഒരു ഫ്ലോയാണ്. അപ്പോൾ ആ ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അകത്തുള്ള പ്രഷർ കണ്ടുപിടിക്കാം. ആ പ്രഷർ തന്നെ നമുക്ക് ബൗണ്ടറി ലെയറിനകത്ത് അപ്ലൈ ചെയ്യാം. കാരണം
ഈ പൊട്ടൻഷ്യൽ ഫ്ലോയിലെ പ്രഷറും ബൗണ്ടറി ലെയറിനകത്തുള്ള പ്രഷറും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല അസംഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ ബെർണോളിസ് തിയറി ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോ അനലൈസ് ചെയ്യുന്നത്. ആ പ്രഷർ നമുക്ക് ബൗണ്ടറി ലെയറിനകത്തും ഉപയോഗിക്കാം. പക്ഷേ അത് ഫ്ലാറ്റ് പ്ലേറ്റിനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ ഇത് ഫ്ലാറ്റ് പ്ലേറ്റ് അല്ല, ഇതൊരു സിലിണ്ടറാണെന്നുണ്ടെങ്കിൽ കഥ വേറെയാണ്. അപ്പം ഞാൻ ഒരു സിലിണ്ടർ എടുത്തു. സിലിണ്ടറിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്ലോ പോവുകയാണ്. ഇങ്ങനെ ഒരു ഫ്ലോ പോവുകയാണെങ്കിൽ ഞാനിവിടെ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു റെഫറൻസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഓർത്ത് വയ്ക്കണം, ഈ സ്ട്രീം ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ആ സ്ട്രീം ലൈനിൻ്റെ മറ്റൊരു പോയിൻ്റാണിത്, അവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലും ഇവിടെ ഡിസ്റ്റൻസ് കുറവുമാണ്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലും ഇവിടെ ഡിസ്റ്റൻസ് കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് വന്നാൽ എന്താണ് പ്രത്യേകത? ഇവിടെയാണ് നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. ബെർണോളിസ് തിയറം എന്താണ് പറയുന്നത്? ആദ്യം ബെർണോളിസ് തിയറം എന്താ പറയുന്നത് നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പൈപ്പ് ഫ്ലോ കൺസിഡർ ചെയ്യാം. പൈപ്പ് ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഏരിയ വേരി ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ എളുപ്പമുണ്ടാവും. ഇത് 1 എന്ന് പറയുന്നത് ഇതൊരു ടേപ്പേർഡ് ഏരിയയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ 1 എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്തു, മറ്റൊരു സെക്ഷനിൽ 2 എന്ന് പറയുന്ന പോയിൻറ്റും എടുത്തു. ഓക്കെ, അപ്പോൾ ബെർണോളിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബെർണോളിസ് തിയറം പറയുന്നത് 3 എനർജി ഹെഡുകൾ ഉണ്ടെന്നാണ്. 3 എനർജി ഹെഡുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഓർത്തോണം. ഒന്ന് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഡേറ്റം ഹെഡ്. ഇത് 3 എണ്ണമാണ്. അതായത് അത് ബേസിക്കായിട്ട് എഴുതുകയാണെങ്കിൽ P/ρg പ്ലസ് V²/2g പ്ലസ് Z. P എന്ന് പറയുന്ന പ്രഷർ, V എന്ന് പറയുന്ന വെലോസിറ്റി, Z എന്ന് പറയുന്ന ഡേറ്റം ഹെഡ്. ഡേറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഞാനിവിടെ നിന്നൊരു റെഫറൻസ് പോയിൻ്റ് വയ്ക്കാമെന്ന് വിചാരിക്കാം. 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഡിസ്റ്റൻസ് എടുത്തു. 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാനൊരു ഡിസ്റ്റൻസ് എടുത്തു. ഈ 1ഉം 2ഉം ഞാൻ സെയിം ലൈനിലാണ് വരച്ചിരിക്കുന്നത്. ഇച്ചിരി വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷൻ പ്രശ്നം മാത്രമാണെന്ന് വിചാരിക്കുക. ഈ 2 ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ഇത് Z1ഉം ഇത് Z2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ Z2 മൈനസ് Z1 ആണ് ഈ എഫക്റ്റീവ് Z എന്ന് പറയുന്നത്. അതായത് രണ്ടും ഒരേ ലൈനാണെങ്കിൽ Z എന്ന് പറയുന്ന എനർജി ഇല്ല. അപ്പോൾ ഈ 3 എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ബെർണോളിസ് തിയറം പറയുന്നത്. 3 എനർജിയും കൂടെ ആഡ് ചെയ്താൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഞാൻ ഇത് ഈ 2 പോയിന്റിലും കൂടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം. അതായത് P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2g പ്ലസ് Z2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് Z1ഉം Z2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യും, കാരണം രണ്ടും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനിയാണ് സംഭവം വരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഈ സെക്ഷൻ്റെ ഏരിയ കൂടുതലാണ്. ഏരിയ കുറവുള്ള സ്ഥലത്ത്, അതായത് ഇപ്പോൾ ബെർണോളിസ് തിയറം ഇനിഷ്യലി പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇത് 1 എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയാണ് ലെഫ്റ്റ് സൈഡിൽ, 2 എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയാണ് റൈറ്റ് സൈഡിൽ. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 1ലും 2ലുള്ള ടോട്ടൽ എനർജി സെയിം ആണെന്നാണ് ബെർണോളിസ് തിയറം വഴി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 1 എന്ന് പറയുന്ന പോയിന്റിൽ ഏരിയ വളരെ കുറവാണ്. ഈ ഏരിയ കുറവായിരിക്കുമ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. ഇവിടെ ഏരിയ കൂടുതലാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആവണം. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ് ആ വഴി?
ഇവിടെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രഷർ കുറവായിരിക്കണം. ഇവിടെ വെലോസിറ്റി കുറവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രഷർ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ബെർണോളിസ് തിയറത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻപുട്ട് എന്താണ്? അതായത് ഏരിയ കൂടുന്തോറും 2 എന്ന് പറയുന്ന പോയിന്റിൽ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടുതലാണ്. ഏരിയ കുറയുമ്പോൾ പ്രഷർ കുറവാണ്. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ബെർണോളിസ് തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടാണ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടുകയും ഏരിയ കുറയുമ്പോൾ പ്രഷർ കുറയുകയും ചെയ്യണം. അതായത് ഏരിയ ആൻഡ് പ്രഷർ ലീനിയർലി പ്രൊപ്പോർഷനാണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മൾ സിലിണ്ടറിലേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങൾ ബൗണ്ടറി ലെയറിൻ്റെ ഏരിയ കൂടുന്നതായിട്ട് ചിന്തിക്കരുത്. അത് നമ്മുടെ ഇവിടെ അതൊരു റെഫറൻസുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രഷർ കൺസിഡർ ചെയ്യുന്ന ഏരിയ തന്നെ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ബൗണ്ടറി ലെയർ അല്ല കാണിച്ചിരിക്കുന്നത്, ഞാൻ സ്ട്രീം ലൈൻസ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രീം ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ കൂടുതലും ഇവിടുത്തെ ഏരിയ കുറവുമാണ്. ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, ഒരു സിലിണ്ടറിൻ്റെ എബോവ് ഉള്ള ഫ്ലോ ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ പ്രഷർ വേരിയേഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് അല്ല, അവിടെ വേരിയിങ് ആണ്. പക്ഷേ ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ അവിടെയുള്ള പ്രഷർ വേരിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എങ്ങനെയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് പ്രഷർ വേരിയേഷൻ കോൺസ്റ്റൻ്റ് ആവുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡെറിവേഷൻസ് ഒക്കെ കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഒറ്റ കറക്റ്റ് ആൻസറേ ഉള്ളൂ. എന്താണ് ആൻസർ? ഒറ്റ കറക്റ്റ് ആൻസർ ഉള്ളൂ. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇത് ഫ്ലാറ്റ് പ്ലേറ്റ് ആയതുകൊണ്ട് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്.